എൻ്റെ പേര് ഇയാക്രിഷ്. ഞാൻ പഠിക്കുന്നത് റോയൽ പ്രൈവറ്റ് സ്കൂൾ ഫുജേറ. പിന്നെ ഞാൻ താമസിക്കുന്നത് UAE ഫുജേറ പറഞ്ഞ സ്ഥലം. സിമ്പിളായിരുന്നു, കയറാൻ ഒരു പ്രശ്നമില്ലായിരുന്നു. എങ്ങനെയായിരുന്നു അതിന്റെ ഒരു പ്രിപ്പറേഷൻസ് ഒക്കെ, അല്ലെങ്കിൽ മോൾക്ക് എപ്പോഴാണ് അത് തോന്നിയത് ഇതിന് മുകളിലേക്കൊക്കെ കയറാന്നുള്ളത്? എനിക്ക് മല കയറുന്നത് ഇഷ്ടമാണ്. പിന്നെ എനിക്ക് നല്ലോണം കൂടുതൽ നടക്കാൻ ഇഷ്ടമാണ്. അതാണ് എനിക്ക് മല കയറാൻ ഇഷ്ടമാണ്. സാഹസികതയുടെ കൊടുമുടി കയറി പ്രായത്തെ തോൽപ്പിച്ച ഇന്ത്യക്കും മലയാളികൾക്കും അഭിമാനമായിരിക്കുകയാണ് തൃശൂർ സ്വദേശിയായ 8 വയസ്സുകാരി പെൺകുട്ടി. തൃശൂർ ഇരവിമംഗലം സ്വദേശികളായ കൃഷ്ണരാജ് എടത്തൂട്ടിന്റെയും ഏലൂർ കിഴക്കുംഭാഗം സ്വദേശി അരുണ വേണുഗോപാലിന്റെയും മകൾ ഇയാക്രിഷ് ആണ് വടക്കേ ആഫ്രിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ മൗണ്ട് ടൂപ്കാൽ കീഴടക്കി ദൃഢനിശ്ചയത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും പുതിയ ചരിത്രം കുറിച്ചത്. സമുദ്രനിരപ്പിൽ നിന്ന് 4167 മീറ്റർ ഉയരമുള്ള മൊറോക്കോയിലെ അറ്റ്ലസ് പർവ്വതനിരകൾ തണുത്തുറഞ്ഞ പ്രതികൂല കാലാവസ്ഥ കൊണ്ടും കുത്തനെയുള്ള ദുഷ്കരമായ പാതകൾ കൊണ്ടും എന്നും സഞ്ചാരികളെ ഭയപ്പെടുത്തിയിരുന്ന ഒന്നാണ്. ഓക്സിജൻ അളവ് കുറയുന്ന, ചുവടുകൾ പിഴച്ചാൽ അപകടം കാത്തിരിക്കുന്ന ആ മഞ്ഞുനിരകളിലേക്കാണ് 8 വയസ്സു മാത്രം പ്രായമുള്ള ഇയ എന്ന കൊച്ചുമിടുക്കി അച്ഛൻ കൃഷ്ണരാജിനൊപ്പം ചുവട് വെച്ച് കയറിയത്. 5-ാം വയസ്സിൽ അച്ഛനൊപ്പം ശബരിമല നടന്നു കയറിയതോടെയാണ് പർവ്വതാരോഹണം എന്ന ചിന്ത ഇയയുടെ കൊച്ചുമനസ്സിൽ കടന്നുകൂടിയത്. ആ നിമിഷത്തിന്റെ പിന്തുടർച്ച പർവ്വതാരോഹണ ചരിത്രത്തിൽ ഇന്ത്യയിൽ നിന്നും ഏഷ്യയിൽ നിന്നും ഈ കൊടുമുടി കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയെന്ന അപൂർവ നേട്ടത്തിലേക്കാണ് ഈ കൊച്ചുമിടുക്കി നടന്നു കയറിയത്. UAEയിലെ ഫുജ്റയിൽ 2-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇയ വലിയ ലക്ഷ്യങ്ങളിലേക്ക് എത്തുവാൻ പ്രായമൊരു തടസ്സമല്ലെന്നും ശരിയായ പരിശീലനവും മാനസിക ധൈര്യവും ഉണ്ടെങ്കിൽ ഏത് കൊടുമുടിയും കീഴടക്കാമെന്നും തെളിയിക്കുകയാണ്. ഇയയുടെ കുടുംബത്തിന്റെ പിന്തുണയാണ് ഈ കൊടുമുടി കയറ്റത്തിന് പിന്നിൽ. കൊച്ചുമിടുക്കിയെ കൊടുമുടി കയറ്റുമ്പോൾ നേരിടേണ്ടി വന്ന പ്രതിസന്ധികളെ തരണം ചെയ്യാൻ സഹായിച്ചത് അച്ഛൻ കൃഷ്ണരാജും അമ്മ അരുണയും തന്നെ. ഒരുപാട് പരിശീലനങ്ങൾക്ക് ശേഷമാണ് ഇയയുമൊത്ത് കൊടുമുടി കയറിയതെന്ന് UAEയിൽ ജോലി ചെയ്യുന്ന പിതാവ് കൃഷ്ണരാജ് പറയുന്നു. 3 ദിവസം കൊണ്ടാണ് കയറിയത്. അത്യാവശ്യം നല്ല പ്രിപ്പറേഷൻസ് ഉണ്ടായിരുന്നു. ഇത് ഞങ്ങൾ സെക്കൻഡ് അറ്റംപ്റ്റ് ആണ്. ഫസ്റ്റ് അറ്റംപ്റ്റ് ഞങ്ങൾ ഫെയിലിയർ ആയിരുന്നു. കാരണം മാർച്ചിൽ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അവൾക്കന്ന് 7 വയസ്സായിരുന്നു. അപ്പോൾ 7 വയസ്സിൽ ചെയ്യാന്നുള്ള രീതിയിൽ അന്ന് പോയിട്ട് ഞങ്ങൾക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം -12 ആ റേഞ്ച് ആയിരുന്നു തണുപ്പുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ കാലൊക്കെ മണ്ണിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോവുക. ആ സമയത്ത് മഞ്ഞിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോവുക. അതുകൊണ്ട് ഞങ്ങളത് റിസ്ക് എടുക്കാതെ എക്സ്പീഡിഷൻ ക്ലോസ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. എന്നിട്ട് ഞങ്ങൾ ജൂലൈയിൽ വീണ്ടും പോയിട്ടാണ് ഇത് കംപ്ലീറ്റ് ചെയ്തത്. അടുത്തതായി പർവ്വതാരോഹകരുടെ സ്വപ്നഭൂമിയായ ആഫ്രിക്കയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി മൗണ്ട് കിളിമഞ്ചാരോ കീഴടക്കാനുള്ള പരിശീലനത്തിലാണ് ഇയ. ഭാവിയിൽ പർവ്വതാരോഹണം ഒരു ഹോബിയായി തുടർന്നുകൊണ്ട് ഒരു പൈലറ്റ് ആകണമെന്നാണ് ഇയയുടെ ജീവിത ലക്ഷ്യം. പുതിയ യാത്രകൾക്കും വലിയ ലക്ഷ്യങ്ങൾക്കും മുന്നോടിയായി ഈ കൊച്ചുമിടുക്കിയുടെ ദൗത്യം പർവ്വതാരോഹണ ചരിത്രത്തിൽ തന്നെ ഒരു പുതിയ ഏടായി മാറുകയാണ്. സീ മലയാളം ന്യൂസ്, തൃശൂർ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.